എല്ലാവർക്കും ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാണിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, മുട്ട പുഴുങ്ങിയത്, പിന്നെ നല്ലൊരു ജ്യൂസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ കാണാം. 2 കൈ നിലക്കടല, ഇവിടെ കപ്പലണ്ടി എന്ന് പറയും, നന്നായിട്ട് കഴുകിയ ശേഷം 8 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചൂട് കൂട്ടി വെച്ച് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ചൂട് കുറച്ച് 20 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള പഴവും പഴുക്കാറായ പേരക്കയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം. ഇത് പിഞ്ച് വെള്ളരിയ വലിപ്പം വയ്ക്കുന്ന സൈസായതുകൊണ്ട് നമുക്കിത് ഒരുപാട് വിളഞ്ഞു പോയോന്ന് തോന്നും. ഈ കുഞ്ഞു പേരയ്ക്ക വരെ കിളികൾ കൊത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര കവറിട്ട് വെച്ചാലും ആ വിളയുന്ന സമയത്ത് നല്ലൊരു മണം വരുമ്പോൾ ഇതുങ്ങൾ വന്ന് കൊത്തി തിന്നും. ഇതിപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് കൊത്തിയിട്ടില്ല കേട്ടോ. നല്ല മധുരമുള്ള പേരയ്ക്ക, മഴ സമയമായതുകൊണ്ട് മധുരം കുറച്ച് കുറയും. ഇനി ചെറിയൊരു പൂവങ്കല വിളഞ്ഞ് പഴുത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ കുറച്ച് പടലകളൊക്കെ വവ്വാൽ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഉള്ളത്. അപ്പോൾ അത് വെട്ടിയെടുത്തിട്ട് വരാം. ഇനി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. മഴയും പെയ്യുന്നുണ്ട്. പൂവങ്ക പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പടലിൽ നിന്ന് ഇറന്നു പോകും. ഇത് കണ്ടോ, ഇറന്നു വരുന്നുണ്ട്. കപ്പലണ്ടി 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാനിത് വെച്ചിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് സമയം പറഞ്ഞത്. ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. പഴയ കപ്പലണ്ടി ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേകും. അതിന് വെള്ളവും കുറച്ച് കൂടുതൽ വയ്ക്കണം. കുക്കറിൽ വെച്ച് 2 മുട്ട പുഴുങ്ങുന്നതിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിലേക്ക് 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം, ഇല്ലെങ്കിൽ പൊടിയുപ്പ്. അടുപ്പിച്ച് 2 വിസിൽ വന്നത് ഓഫ് ചെയ്തിട്ട് പ്രഷർ കുറഞ്ഞ ശേഷം തുറന്ന് നോക്കാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാപ്സിയം കുറച്ചേ ചേർക്കുന്നുള്ളൂ, അതുപോലെ വെള്ളരിക്കയും പകുതി എടുക്കുന്നുള്ളൂ. ഇതിലോട്ട് ആദ്യം നമുക്ക് നിലക്കടല വേവിച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തൊലി അരിയൊക്കെ കളഞ്ഞ് വെള്ളരിക്ക ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, മാതളപ്പഴം, 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിയം ചുവപ്പ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, മഞ്ഞ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്, മീഡിയം സൈസിലെ ടൊമാറ്റോ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, എരിവ് വളരെ കുറഞ്ഞ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി. വളരെ പൊടിയായിട്ടരിഞ്ഞ കുറച്ച് മല്ലിയില, ഉപ്പുപൊടി 3/4 ടീസ്പൂൺ. നമ്മൾ കപ്പലണ്ടിയിൽ ഉപ്പുപൊടി ചേർത്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർക്കാം. ഇത്രയും അളവിലുള്ള സാധനങ്ങൾക്ക് ഈ ഒരു നാരങ്ങയുടെ ജ്യൂസ് മതി. നാരങ്ങ ജ്യൂസ് ചേർക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നതും. എല്ലാം കൂടെ ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നിറച്ചായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചെറിയ എരിവും പുളിയും മധുരം, അതുപോലെ നാരങ്ങാനീരും കുരുമുളകും പച്ചമുളകും മല്ലിയിലും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. ഉപ്പ് പാകത്തിന്. മുട്ട പുഴുങ്ങി തോട് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പിളർത്തി വെച്ചതിലേക്ക് കുരുമുളക് ഉപ്പും പൊടിച്ചാൽ ചേർത്ത് കൊടുക്കാം. 2 പഴം, 1 കഷ്ണം പപ്പായ, പേരക്കയുടെ പകുതി, 1 ആപ്പിളിൻ്റെ പകുതി, ഡേറ്റ്സ് 2 എണ്ണം, ഇവിടെ ഈന്തപ്പഴം എന്നാണ് പറയുന്നത് ഡേറ്റ്സിന്, കുതിർത്ത ബദാം, കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്ത്. ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് കുതിർത്തതും, ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ചേർക്കണം. 1 നാരങ്ങ ഫുള്ളായിട്ട് എടുക്കണേ. ഇനി കുറച്ച് നല്ല തേൻ ചേർക്കാം. അപ്പോൾ 1 ഗ്ലാസ് ജ്യൂസിന് ഇത്രയും തേൻ ചേർക്കുമ്പോൾ പാകത്തിനുള്ള മധുരമായിരിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, സ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നതാണ്. മഴയായതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഒന്നും ഇടണ്ട. ചെറിയ രീതിയിൽ തണുപ്പുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. എന്നും നമ്മൾ ദോശയും ഇഡലിയും പുട്ടും കടലയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഒരു ദിവസം ചേഞ്ചിന് വേണ്ടി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിശപ്പും വരത്തില്ല, ക്ഷീണവും ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.